ഹായ് നമസ്കാരം. ഞാൻ മണികണ്ഠൻ, സ്പെൻസർ ഫാഷൻ ഹബ്ബ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾക്ക് പാൻസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ പിന്നെ ഓരോ കാലങ്ങളിൽ ഉപയോഗിക്കേണ്ട പാൻസ് ഉണ്ടല്ലോ. നമ്മൾ വേനൽക്കാലത്ത് ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ തണുപ്പ് കാലത്ത് ഉപയോഗിക്കേണ്ട അങ്ങനത്തെ കുറേ പാൻസുകളുണ്ടല്ലോ. ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ ഏറ്റവും ഉപയോഗിക്കാൻ സുഖമുള്ള പാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിനൻ പാൻറ് വളരെ സുഖമാണ്. അത് ഭയങ്കര പിന്നെ ബ്രീത്തബിൾ ആയിരിക്കും. അത് നമുക്ക് യാത്രയിലും കാര്യങ്ങൾക്കൊക്കെ വളരെ പിന്നെ നമുക്ക് യാതൊരുവിധ ഇറിറ്റേഷനും ഉണ്ടാവില്ല. വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ കോട്ടൺ പാൻറ്റും ചിന്നൂസ് കോട്ടൺ പാൻറ്റും അത് നമുക്ക് അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അതെന്നുണ്ടെങ്കിൽ ഒരു ജെന്റിൽമാൻ ലുക്ക് ഒക്കെ തോന്നുന്ന സാധനം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ അത് യാത്രയിൽ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫോർമലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഇപ്പോൾ ഫ്രണ്ടിൽ പ്ലീറ്റൊക്കെ വെച്ചിട്ടുള്ള പാൻസ് വരുന്നുണ്ട്. അത് പിന്നെ ഒരു പോളിസ്റ്റർ ലുക്കാണ് ഉണ്ടാവുക. ചൂടുള്ള പിന്നെ ഫോർമലായിട്ടാണ് അത് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. കാരണം അത് കറക്റ്റ് ഇസ്തിരിയും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതേപോലെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അതിപ്പോഴത്തെ ഒരു പ്ലീറ്റൊക്കെ വന്നിട്ട് ഇപ്പോൾ രണ്ടാമതൊരു ഫാഷനായിട്ട് വന്നിട്ടുണ്ട്. അത് കൂടാതെ കണ്ടിട്ട് നമുക്ക് നന്നെങ്കിൽ പിന്നെ ഈ ഫോർമലായിട്ടും പിന്നെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒഫീഷ്യലായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് മറ്റേ സ്ലിം ഫിറ്റ് പാൻറ്. സ്ലിം ഫിറ്റ് പാൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറക്റ്റ് പിന്നെ കാലിനോട് അനുസരിച്ചിട്ടുള്ള ഒരു പാൻറ്റാണ്. അത് താഴേക്കും അതേപോലെ തന്നെ ഫിറ്റിങ് കറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു സെമി ഫോർമൽ പാൻറ് അതിൽ തന്നെ വരും. അതെന്നുണ്ടെങ്കിൽ പിന്നെ തൈൻ്റെ അവിടെയൊക്കെ നിന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു റൂമിൽ ഇറക്കിയ മാതിരി ആയിരിക്കും. അവിടുന്ന് മുട്ടിൻ്റെ അവിടെ താഴത്തേക്ക് പാരലായിട്ടായിരിക്കും പോവുക. അതാണ് ഏറ്റവും കൂടുതൽ പിന്നെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പിന്നെ നല്ലത്. കാരണം ഏത് കാലത്തും അത് അതേ സ്റ്റൈലിൽ തന്നെ നിലനിൽക്കും. മറ്റേ ഈ പിന്നെ സ്ലിം ഫിറ്റ് പാൻ്റ് ആയിരുന്നെങ്കിൽ വളരെ പിന്നെ ഒരു ഏജ് കൂടിയ ആൾക്കാർക്കൊന്നും അത് അത്ര റിലാക്സ്ഡ് ആവില്ല. പക്ഷെ അത് തന്നെ പിന്നെ കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. കട്ടിങ് വളരെ കറക്റ്റ് ആയിരിക്കണം. അതിൻ്റെ ഫിറ്റിംഗ് വളരെ കറക്റ്റ് ആയാൽ തന്നെ അത് ഉപയോഗിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കുള്ളൂ. അതുകൂടാതെയും കണ്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പിന്നെ ഒരു കോട്രോയി പാൻറ് ഉപയോഗിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ക്ലോത്തിന് വളരെ പ്രത്യേകത ഉണ്ട്. അതെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്തു നിന്നൊരു കൈയായിട്ടൊന്നും ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കളർ മാറും. അതുപോലെ മേലേക്ക് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടായിരിക്കും. അത് കോട്ടനും അത് വേനൽക്കാലത്തും പിന്നെ അതേപോലെ തന്നെ തണുപ്പ് കാലത്തും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. അത് പിന്നെ അങ്ങനത്തെ പാൻറ് ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അതിൻ്റെ ഭയങ്കര ഹാബിറ്റാണ്. ചില ആൾക്കാർ നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് പലരും പറയുന്നുണ്ട് കോട്രോയി പാൻറ് തന്നെ വേണമെന്നുണ്ട്. എല്ലാ കളേഴ്സും അതിൻ്റെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അത് യാത്രയ്ക്ക് സൗകര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ പിന്നെ എങ്ങോട്ടേലും വല്ല ഫംഗ്ഷന് പോകുമ്പോഴും എന്തിനും പിന്നെ ഈ കോട്രോയി പാൻറ് ആൾക്കാർ നന്നായി ഉപയോഗിക്കും. അപ്പോൾ പാൻസ് ഇതേപോലെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും പിന്നെ ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൂളാണ്. ചെറിയ വൂള് അല്ലെങ്കിൽ പിന്നെ വൂള് ബ്ലെൻഡഡ് വൂളൊക്കെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് പിന്നെ ബ്ലേസറിലേക്കൊക്കെ ആ പാൻറ് വളരെ നന്നായിരിക്കും. അപ്പോൾ ആ പാൻറ് ആകുമ്പോൾ നമുക്ക് പിന്നെ അത് ഫംഗ്ഷന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് 3 പീസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 2 പീസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പാൻസ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ സാധനത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാബ്രിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂടുള്ള സമയത്ത് ചൂട് വലിച്ചെടുത്ത് തണുപ്പാക്കി മാറ്റും. അപ്പോൾ ഉപയോഗിക്കാനൊക്കെ വളരെ സൗകര്യമാണ്. അതിന് ചുളിവും കാര്യങ്ങളൊന്നും അധികം വരില്ല. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനത്തെ പാൻറ്റുകളൊക്കെയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ പിന്നെ ഇതേപോലത്തെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുമായി അടുത്ത ദിവസം നമ്മൾ കാണാൻ പറ്റും. ഞാൻ എൻ്റെ പിന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ വാട്സപ്പിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വല്ല കമൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.